മദ്യവും മയക്കുമരുന്നും ഒരുപോലെ ഒഴുകുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. എന്ത് മദ്യ നയമാണ് ഈ സർക്കാരിന് ഉള്ളത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ജനങ്ങളുടെ മുമ്പാകെ അവരൊരു പ്രകടന പത്രിക പറഞ്ഞിരുന്നു. ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മദ്യം കേരളത്തിൽ ഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തായി മാറിയിട്ടുണ്ടെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ലഭ്യതയും ഉപഭോഗവും പടിപടിയായി കുറയ്ക്കാൻ കഴിയുന്ന ഒരു നയമായിരിക്കും LDF സ്വീകരിക്കുക എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി സാക്ഷരതാ പ്രസ്ഥാനം പോലെ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായ ഇടപെടൽ മദ്യവർജ്ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നടത്തുമെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിന് ഘടകവിരുദ്ധമായ നയങ്ങളാണ് ഇക്കാലം അത്രയും ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ അധികാരത്തിൽ വന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ മദ്യത്തിന് അനുകൂലമായ നയം സ്വീകരിച്ചവരാണ്. 1956 കാലഘട്ടത്തിൽ കേരളത്തിലെ 58% ഭൂപ്രദേശങ്ങളും നിരോധിത മേഖലയായിരുന്നു. 57 അധികാരത്തിൽ വന്ന EMS സർക്കാരാണ് ഈ ഭാഗികമായ മദ്യനിരോധനം എടുത്തു കളഞ്ഞത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 29 വിദേശ പഞ്ചനക്ഷത്ര ബാറുകൾ മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. 302ഓളം ബീവറേജ് ഔട്ട്ലെറ്റുകളും. പക്ഷെ ഇന്നത്തെ സ്ഥിതി നോക്ക്, 1000ഓളം ബാറുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് വ്യാപകമായ തോതിൽ മദ്യമൊഴുക്കുന്ന നിലപാടുകളുമായിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. 10% ബീവറേജ് ഔട്ട്ലെറ്റുകൾ അടച്ചുകൊണ്ടിരുന്നവർ നിർത്തലാക്കി. ദൂരപരിധി നിയമം 200-ൽ നിന്ന് 50 ആക്കി കുറച്ചു, 400-ൽ നിന്ന് 50 ആക്കി അവർ കുറച്ചു. അതിന് ഓരോ പ്രദേശത്ത് മദ്യശാലകൾ വേണോ വേണ്ടോ തീരുമാനിക്കാൻ അധികാരം നൽകുന്ന പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലുണ്ട്, അതവർ റദ്ദാക്കി. അതിന് സംസ്ഥാന ദേശീയ പാതകൾ ഡീനോട്ടിഫൈ ചെയ്ത് മദ്യശാലകൾ ആരംഭിക്കാനുള്ള സംവിധാനം ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്ത് തുടർന്ന് അതിന്റെ തുടർച്ച എന്ന വണ്ണം ഇതിനു മുമ്പും ബ്രൂവറികൾ ആരംഭിക്കാനുള്ള നയവുമായി അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഒരു മദ്യത്തിന്റെ കുത്തൊഴുക്ക്, മദ്യവർജനം എന്ന് പറഞ്ഞാലും മദ്യനിരോധനം എന്ന് പറഞ്ഞാലും മദ്യത്തിന്റെ ലഭ്യത കുറച്ചുകൊണ്ടല്ലാതെ നമുക്ക് നടപ്പാക്കാൻ പറ്റില്ല. ഈ മദ്യവർജന നയം തന്നെ ഒരു അഴകുഴമ്പ നയമാണ്. മദ്യവർജന നയം എന്ന് പറയുന്നത് മദ്യപാനികളായിട്ടുള്ള ആളുകൾ ഉപദേശിച്ചു മാറ്റും. ഉപദേശിച്ച് കഴിയുമ്പോൾ അവർ കുടി നിർത്തുമ്പോൾ കുടിക്കാൻ ആളില്ലാതെ വന്ന് മദ്യശാലകൾ അടഞ്ഞു പോകുക എന്നാണ് പറഞ്ഞത്. അത് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു അഴകുഴമ്പൻ നയമാണ്. സത്യത്തിൽ മദ്യത്തിന്റെ ഉൽപാദനം, വിതരണം, സൂക്ഷിപ്പ്, ഈ 3 കാര്യങ്ങളിൽ എന്താണ് നയം എന്നാണ് സർക്കാർ വ്യക്തമാക്കേണ്ടത്. അല്ലാതെ ഞങ്ങൾ മദ്യപാനികളെ ഉപദേശിക്കാം എന്ന് പറയലല്ല നയം. സർക്കാരിനാണ് മദ്യത്തിന്റെ ഉൽപാദനത്തിനും വിതരണത്തിനും സൂക്ഷിപ്പിനും സംബന്ധിച്ചുള്ള ലൈസൻസ് കൊടുക്കാനും നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുള്ള അധികാരമുള്ളത്. ആ അധികാരമുള്ള മേഖലയിൽ അവർ എന്ത് ചെയ്യുമെന്നാണ് അവർ പറയേണ്ടത്. അതാണ് പലപ്പോഴും അവർ പറയാതിരിക്കുന്നത്, നമുക്ക് നടപ്പാക്കാൻ പറ്റാതെ പോകുന്നു. അതിന്റെ തുടർച്ച എന്ന വണ്ണമാണ് ഇപ്പോ അവര് കഞ്ചിക്കോട്ട് ഈ ബ്രൂവറി ആരംഭിക്കുന്നത്. ബ്രൂവറി മാത്രമല്ല, എഥനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ്, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈനറി പ്ലാന്റ്, അങ്ങനെ 6 തലങ്ങളിൽ വ്യാപകമായ മദ്യമൊഴുക്കാനുള്ള ആരംഭമാണ് അവർ തുടങ്ങിയിട്ടുള്ളത്. 1998 കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഗവൺമെന്റ് നയമുണ്ട്. അതിന് പുതിയ മദ്യോൽപാദന കേന്ദ്രങ്ങൾ കേരളത്തിൽ വേണ്ട എന്നാണ്. ആ 25 കൊല്ലക്കാലം നിലനിന്ന ഈ നയത്തെയാണ് അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ വ്യാപകമായ തോതിൽ മദ്യമൊഴുക്കാനുള്ള നയങ്ങളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഇത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? ഒരിക്കലും ഈ പാവപ്പെട്ട ജനങ്ങളുടെ പക്ഷം ചേരുന്നില്ല. അവര് പറയുന്നത് പലപ്പോഴും ക്യൂ നിൽക്കുന്ന ആളുകളുടെ കുറച്ചൊക്കെ കാഴ്ചപ്പാടൊക്കെയാണ്. ക്യൂ നിൽക്കുന്ന 8-10 ലക്ഷം പേര് കേരളത്തിൽ ക്യൂ നിൽക്കുന്നുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ദേഷ്യമല്ല, ആത്മനൊമ്പരമാണ് ഉണ്ടാകുന്നത്. കാരണം ഈ ക്യൂ നിൽക്കുന്നവന്റെ കുടുംബത്തിൽ 5 ഇരട്ടി ആളുകൾ, അവന്റെ പിതാവ്, മാതാവ്, സഹോദരൻ, സഹോദരി, മക്കൾ ഒക്കെ വേദനയുടെ കാത്തിരിക്കുന്നുണ്ട്. ആ കാത്തിരിക്കുന്ന മനുഷ്യരുടെ പക്ഷം ചേരാനാണ് മദ്യവിരുദ്ധ പോരാട്ടക്കാർ ശ്രമിക്കുന്നത്. അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഒരു നന്മയും മദ്യം പ്രദാനം ചെയ്യുന്നില്ല എന്ന് സകല മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളിൽ രാജ്യത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇടത് പാർട്ടികളും മദ്യപിച്ച് പൊതുസ്ഥലത്ത് വരരുന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പൊ ഒരു നന്മയും സാധ്യമല്ലാത്ത മദ്യത്തിന്റെ കുത്തൊഴുക്ക് സൃഷ്ടിക്കാനുള്ള ഈ മുന്നോട്ട് പോക്ക് പ്രഖ്യാപിത നയങ്ങളുടെ എതിരാണ്. അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞു വന്ന അവരുടെ നയങ്ങൾ, ആ നയങ്ങളിൽ നിന്ന് അവർ വ്യതിചലിച്ചു എന്നുള്ളതാണ്. അത് കിരാതമായ ഒരു നയവഞ്ചനയുടെ കഥയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. രണ്ടാമത്, ഭാരതീയ പശ്ചാത്തലം അനുസരിച്ച് ഈ നമ്മള് ഭരണകർത്താവ് ധർമ്മരാജാവായിരിക്കണം എന്നുള്ളതാണ്. ധർമ്മം എന്ന് പറയുന്നത് സന്മാർഗ ശാസ്ത്രമാണ്.
അപ്പൊ ധർമ്മത്തിൽ ഊന്നിയ ഒരു ഭരണം നടത്താൻ മദ്യത്തിന്റെ കുത്തൊഴുക്ക് സൃഷ്ടിച്ചുകൊണ്ട് എങ്ങനെയാണ് സാധിക്കുക? അപ്പൊ ഒരു ധാർമ്മികതയുടെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. മൂന്നാമത്തെ കാര്യം, ഒരു രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സർക്കാരുകളുടെ ദൗത്യം. ഈ മദ്യശാലകൾ അല്ലെങ്കിൽ മദ്യവിതരണ കേന്ദ്രങ്ങൾ, ഒപ്പം തന്നെ മദ്യ ഉൽപാദന കേന്ദ്രങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ ഏത് പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും വളർത്താനും പരിപോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്? പാവപ്പെട്ട മനുഷ്യന്റെ ബലഹീനതയെ ചൂഷണം ചെയ്ത് പരമാവധി കുടിപ്പിച്ച് അവനെ മദ്യാസക്ത രോഗികളാക്കി ഈ രാജ്യത്തെ നശിപ്പിക്കുകയും സ്വയം നശിപ്പിക്കുകയും ചെയ്യുന്ന നയമാണ് ഈ സർക്കാർ അവലംബിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ അനുമതി നൽകിയിരിക്കുന്ന ഈ കമ്പനി ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആരോപണ വിധേയരാണ് എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നടത്തിയതാണെങ്കിൽ പോലും ആ മദ്യ നയത്തിൻ്റെ ആ രീതി മദ്യ വ്യാപനം ഉണ്ടാക്കുന്ന ഒരു രീതിയായിരുന്നു. ബെറ്റർ ആയിട്ടുള്ള അവിടെ വാറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഒരു മദ്യ ദുരന്തം ഇല്ലാതാക്കുക എന്നുള്ള രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മദ്യം ഒഴുക്കുന്നു. അങ്ങനെ ഒരു രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് ഇപ്പോൾ മദ്യം ഇല്ലാതാക്കും, മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുമെന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തേക്ക് അതേ നയം എന്ന് വെച്ചാൽ മദ്യം ഇനിയും ഒഴുക്കുന്ന ഒരു നയം. മദ്യം മാത്രമല്ല, ഇപ്പോൾ മദ്യം കുടിക്കുന്നവൻ കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ മയക്കുമരുന്നിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ചാൽ മദ്യം ഉള്ളത് കൊണ്ട് മയക്കുമരുന്ന് ഇല്ലാതാകുന്നില്ല, പക്ഷേ മദ്യം ഉള്ളത് കൊണ്ട് മയക്കുമരുന്ന് അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ സംസ്ഥാനം മറ്റൊരു വലിയ സാമൂഹ്യ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഇവര് ആദ്യം പറഞ്ഞത് ഈ മദ്യം ഇല്ലാതെ വന്നുകൊണ്ടാണ് ലഹരി വസ്തുക്കൾ കൂടിയെന്നാണ്. പക്ഷെ ഈ ബാറുകളെല്ലാം പുനഃസ്ഥാപിച്ചു, 2 സ്റ്റാർ 3 സ്റ്റാർ തുറന്നു കൊടുത്തു, ബീവറേജ് ഔട്ട്ലെറ്റുകളും ബീവറേജ് കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റുകളും എല്ലാം തുറന്നു കൊടുത്തിട്ടും ലഹരി മരുന്നിന്റെ കുത്തൊഴുക്ക് തുടരുകയല്ലേ. ലഹരി മരുന്ന് നിരോധിക്കപ്പെട്ട വസ്തുവാണ്, മദ്യം നിരോധിക്കപ്പെട്ടതല്ല. നിരോധിക്കപ്പെട്ട ഒരു വസ്തു കേരളത്തിൽ വ്യാപകമാകുന്നു എങ്കിൽ അത് സർക്കാരിന്റെ കഴിവുകേടായി കാണേണ്ടിയിരിക്കുന്നു. അപ്പൊ പഞ്ചാബിലെ യുവജനങ്ങളും പുതിയ വിദ്യാർത്ഥികളും അടങ്ങുന്ന തലമുറ മുഴുവൻ അന്ധചിത്രത്തിലേക്കും പാഴ്ജന്മങ്ങളുമായി മാറിയതിന്റെ അതേ പതിപ്പ് കേരളത്തിൽ ആവർത്തിക്കുകയാണ്. ഇപ്പൊ സിറ്റികളിൽ, ഇപ്പൊ എറണാകുളം പോലുള്ള സിറ്റികളിൽ, കോഴിക്കോട്, തിരുവനന്തപുരം സിറ്റികളിൽ 10ൽ 2 പേര് വീതം ലഹരിക്ക് അടിമകളാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത് ഭയാനകമായ സ്ഥിതിവിശേഷമാണ് ഈ രാജ്യത്ത് സൃഷ്ടിക്കുന്നത്. അപ്പൊ അതിനൊന്നും തടയിടാതെ എങ്ങനെയും നമുക്ക് പണമുണ്ടാക്കണം, ജനങ്ങൾ മുടിഞ്ഞാലും കുഴപ്പമില്ല, കുടുംബങ്ങൾ നശിച്ചാലും കുഴപ്പമില്ല, സമൂഹത്തിന്റെ ഗതി എന്തായാലും കുഴപ്പമില്ല, പണം മാത്രം മതി എന്നുള്ള നിലപാട് ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണമല്ല എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ മദ്യത്തിൽ മുക്കിക്കൊല്ലുക, ലഹരിയിൽ മുക്കിക്കൊല്ലുക എന്ന് പറയുന്ന ഒരു നയവുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിനോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയില്ല. മാത്രമല്ല, ഈ മദ്യവ്യാപാരം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അഴിമതിയുടെ വ്യാപാരം കൂടിയാണ്. നമുക്കറിയാം, സർക്കാരിന്റെ വലിയ തോതിലുള്ള വരുമാന മാർഗമാണിത്. ഇപ്പൊ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ അഴിമതി ഉണ്ടെന്ന് വ്യക്തമായി പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാ മദ്യശാലകളുടെയും മദ്യമുതലാളിമാരുടെയും പിന്നിൽ സർക്കാരുകളുടെ വലിയ തോതിലുള്ള അഴിമതിയുടെ എല്ലാ സ്രോതസ്സും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്ല, അത് വളരെ വ്യക്തമാണ്. പാർട്ടിക്ക് ഇപ്പം ആർക്കെങ്കിലും നേരിട്ട് ലഭിക്കണമെന്നില്ല, പാർട്ടിക്ക് ഫണ്ടായിട്ടാണ് പലപ്പോഴും വരുന്നത്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കെതിരെ ഡൽഹിയിൽ ഉയർന്ന ആരോപണം തന്നെ അതായിരുന്നു. പാർട്ടിക്ക് ഗോവയിലെ തിരഞ്ഞെടുപ്പിന് വേണ്ടി ഫണ്ട് ചെയ്യുന്നു മദ്യ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് അടക്കമുള്ള. ഇനി മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ സർക്കാരുകൾ ഇതുപോലെ ഇപ്പോൾ റഷ്യയിലൊക്കെ അവിടുത്തെ മദ്യം വോഡ്ക ഉപയോഗിച്ച ആളുകളെ എനിക്ക് തോന്നുന്നത് അവരുടെ ആളുകളുടെ ഒരു ലൈഫ് സ്പാൻ തന്നെ, അതിൻ്റെ റേഞ്ച് തന്നെ കുറയുന്ന സാഹചര്യമുണ്ട്. ഏകദേശം 57-58 വയസ്സിലേക്ക് താഴുന്ന സാഹചര്യം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ വായിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, മദ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ, ലഹരി മരുന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരാളുടെ ബ്രെയിൻ തകരാറിലാകുന്നു. എന്ന് വെച്ചാൽ പിന്നെ ബ്രെയിൻ ഒരിക്കലും റീപ്ലേസ് ചെയ്യുന്നില്ല, ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾ റീപ്ലേസ് ചെയ്യപ്പെടുന്നു, ബ്രെയിൻ റീപ്ലേസ് ചെയ്യപ്പെടുന്നില്ല. എങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാത്ത, എന്ന് വെച്ചാൽ ഇതുപോലെ അരാജകത്വം നിറഞ്ഞ ഒരു തലമുറയെ, അതുപോലെ തന്നെ യുവതലമുറയാകുമ്പോൾ എത്രയോ ക്രയശേഷിയാണ് ഗവൺമെൻറ് പാഴാക്കി കളയുന്നത് ഇതുപോലെ മദ്യത്തിലൂടെ ലഭിക്കുന്ന ഈ ഒരു അല്പം ലാഭത്തിന് വേണ്ടി. അങ്ങനെ നോക്കുമ്പോൾ അതുപോലെ കുടുംബങ്ങൾ അനാഥമാക്കപ്പെടുന്നു, എത്രയോ കുടുംബങ്ങൾ അനാഥമാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുടുംബ വ്യവസ്ഥയോട് ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു പെരുമാറ്റം അല്ലേ ഗവൺമെന്റിൽ നിന്നും ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും വ്യക്തിയോടും കുടുംബത്തോടും ഈ സമൂഹത്തോടും അവർ ചെയ്യുന്ന വലിയ തിന്മയാണിത്. ഒരു കിരാതമായ രാക്ഷസീയമായ നടപടിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ കേരളത്തെ മുഴുവൻ കാത്തിരിക്കുന്നത് മദ്യജന്യ രോഗങ്ങളാണ്. ഇപ്പൊ തന്നെ 8 ലക്ഷത്തോളം ആളുകൾ കരരോഗികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
ഉദരസംബന്ധമായ രോഗങ്ങൾ പകർച്ചവ്യാധി പോലെ പടരുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ മസ്തിഷ്കത്തെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മളുടെ കണക്കുകൾ പറയുന്നത് 100 മദ്യപന എടുത്തു കഴിഞ്ഞാൽ അതിനകത്തരുടെ 17 പേരുടെ മക്കളെങ്കിലും ഈ രാജ്യത്ത് മനോരോഗത്തിന്റെ പിടിയിലാണെന്നാണ് പറയപ്പെടുന്നത്. നാഷണൽ മെന്റൽ ഹെൽത്ത് സർവേ പ്രകാരം 10.7% ആളുകൾ കേരളത്തിൽ മാനസിക പ്രശ്നമുള്ളവരാണ്. ഈ മദ്യപാനം മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ഗുരുതരമായ മാനസികാവസ്ഥയിലേക്ക് പോവുകയാണ്. 100 മദ്യപരിൽ 10 പേർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് മാനസിക പ്രശ്നമുണ്ട്. ഒപ്പം തന്നെ ജനസംഖ്യയുടെ 3.1% മാത്രമേ ഉള്ള കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. 1,25.3% ആളുകൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുകയാണ്. കുടുംബ ആത്മഹത്യകളും ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ്. അതുപോലെ 300 പേരിൽ ഒരാൾ മദ്യപിച്ചിരുന്ന സ്ഥലത്ത് ഇന്ന് 200 പേരിൽ ഒരാൾ മദ്യപിക്കുന്ന സ്ഥിതിയാണ്. ജനസംഖ്യയിൽ 5% പൂർണ്ണമായിട്ടും മദ്യാസക്തിയിലേക്ക് പെട്ടുകഴിഞ്ഞു. പണ്ട് 13 വയസ്സ് മുകളിലാണെങ്കിൽ 8-10 വയസ്സ് വരെ എത്തി നിൽക്കുകയാണ് മദ്യത്തിന്റെ ഉപയോഗം. അപ്പൊ അങ്ങനെ വ്യാപകമായ തോതിൽ ഒരു സമൂഹം ലഹരിയിലേക്ക് ആണ്ടുപോകുമ്പോൾ അതിന്റെ ഉൽപാദന, വിൽപ്പന, നിയന്ത്രണ, നിരോധിത മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തുകയാണ് കേരളത്തിൽ വേണ്ടത്. നമ്മൾ ഓർക്കേണ്ട കാര്യം, കേരളത്തിൽ പ്രതിദിനം ജനസംഖ്യയിൽ 17.20% ആളുകൾ മദ്യപരായി കഴിഞ്ഞു. അതുപോലെ 47 ലക്ഷം പേര് ദിവസം മദ്യപിക്കുന്നവരാണ്. 17 ലക്ഷം പേര് ദിവസം മദ്യപിക്കുന്നവരാണ്. 8-10 ലക്ഷം പേരാണ് ക്യൂവിൽ നിൽക്കുന്നത്. അപ്പൊ അത്രമാത്രം ഭയാനകമായ സ്ഥിതിവിശേഷം രാജ്യത്തുള്ളപ്പോൾ അതിനൊക്കെ വീണ്ടും വർദ്ധിപ്പിക്കുന്ന തലത്തിലേക്ക് മദ്യാസക്തിയുടെ ഉൽപാദന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളത് വലിയ ഗുരുതരമായ വീഴ്ചയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. നമ്മള് ഇവിടെ കർഷകരെ രക്ഷിക്കാൻ എന്നുള്ള പേരിലാണ് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാൻ മരച്ചീനിയിൽ നിന്ന്, അത് കശുമാങ്ങയിൽ നിന്നൊക്കെ മൂല്യവർദ്ധിത നമുക്ക് മദ്യം ഉണ്ടാക്കാന്നവര് പറയുന്നത്. അതിന് ഇപ്പോൾ തന്നെ തൃശ്ശൂർ മാടക്കത്തറയിലുള്ള കശുമാവ് ഗവേഷണ കേന്ദ്രത്തിൽ 23-ൽ പരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിലവിലുണ്ടാക്കുന്നുണ്ട്. അത് മദ്യത്തെക്കാൾ വിലയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ്. അതെല്ലാം മരച്ചീനിയിൽ നിന്നൊക്കെ നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പൊ കർഷകരുടെ പേര് പറഞ്ഞ് മദ്യമുണ്ടാക്കി ആരെ രക്ഷിക്കാനാണ്? ഏത് വ്യക്തി രക്ഷിക്കാനാണ്? ഏത് സമൂഹത്തെ രക്ഷിക്കാനാണ്? അതുകൊണ്ട് ഒന്നിനെ ചാരി മറ്റൊന്നിനെ വളമാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വലിയൊരു കെണിയാണ് അവർ ഒരുക്കുന്നത്. കർഷകരെ സംരക്ഷിക്കാനൊന്നുമില്ല, മദ്യലോബിക്ക് വേണ്ടിയിട്ടാണ്. ഈ മദ്യവർജനം എന്ന് പറയുന്നത് പോലും മദ്യ കച്ചവടക്കാർ പറയുന്ന നയമാണത്, മദ്യവർജനം. അങ്ങനെ നമുക്ക് മദ്യാസക്തിയായ ഒരു മനുഷ്യനെ ഉപദേശിച്ചു മാറ്റാൻ നമുക്ക് സാധ്യമല്ല.